അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിൽ നടന്ന പൊതുപരീക്ഷയിലെ 10ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഇഖ്തരി സ്വഹീഹ മിനൽ ഖൗസൈൻ. കോളത്തിൽ നിന്ന് ശരിയായതിനെ തിരഞ്ഞെടുക്കുക. ഓരോ ചോദ്യത്തിനും ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയുത്തരം ഏതാണോ അത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ്. ചോദ്യം 1, നമുക്ക് ഉത്തരത്തോടു കൂടി തന്നെ അതിൻ്റെ ശരിയായ ഭാഗം നോക്കാം. യജൂസു ലി സൗജിൻ തൗക്കീലുൻ ഫീ ഖബൂലിൻ നിക്കാഹ്. ഇവിടെ യജൂസു എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. 2, യുഖദ്ദറു അർരിബ്ഹു വൽ ഖുസ്റാനു ബിഖദ്രിൽ മാലൈനി ഫിശ്ശിർക്കത്തി. ഇവിടെ ഫിശ്ശിർക്കത്തി എന്നുള്ളതാണ് നമ്മൾ ചേർത്തത്. 3, വല യുബാഉ മൗഖൂഫുൻ എന്നതാണ് ചേർത്തത്. 4, ഖുലുവുൻ മിനൻ നിക്കാഹി ഷർത്തുൻ ഫിസ്സൗജത്തി. 5, യജിബു മഹ്റു മിഥിലിൻ ഫി വത്ഇ ശുബ്ഹത്തിൻ. ചോദ്യം 6, കുല്ലു മൗളിഇൻ ഹറുമ നളറുഹു ഹറുമ മസ്സുഹു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, സിൽ ബിമ യുനാസബു. യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. യോജിച്ചവ ചേർക്കാം എന്നതാണ്. ചോദ്യം 1, നിക്കാഹുൽ മുത്അത്തി അസ്സിവാജുൽ മുഅഖ്ഖതു. ചോദ്യം 2, അൽ ഇഖ്റാറു യുസമ്മ ഇഅ്തിറാഫൻ. ചോദ്യം 3, ഷർത്തുൻ ലിൽ വഖഫി തഅബീദുൻ. ചോദ്യം 4, മിനൽ മഹ്റമിയത്തി ബിർറളാഇ അൽ ഖാലത്തു. ചോദ്യം 5, അൽ വലീമത്തു ലിൽ ഖൈതാനി സുന്നത്തുൻ. ചോദ്യം 6, അത്തഖ്ലീദു അഖ്ദു ഖൗലിൽ മുജ്തഹിദി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, ഉക്തുബുൽ അഹ്കാം, വിധികൾ എഴുതാം എന്നതാണ്. ചോദ്യം 1, ഇഖ്ലാഉൻ നിക്കാഹി അൻ ദിക്രി സ്വദാഖ്. നിക്കാഹിനെ മഹർ പറയാതെ ചെയ്യുക, അഥവാ മഹർ പറയാതെ തന്നെ നിക്കാഹ് നടത്തുക. അതിൻ്റെ വിധി കറാഹത്താണ്. ചോദ്യം 2, മുസാഫഹത്തുർ റജുലി അൽ അംറദൽ ജമീൽ. ഭംഗിയുള്ള ഒരു അമ്രദിനെ ഒരു പുരുഷൻ മുസാഫഹത്ത് ചെയ്യൽ. അതിൻ്റെ വിധി ഹറാമാണ്. ചോദ്യം 3, അൽ ഇജാബത്തു ഇലൽ വലീമത്തി മൻ കാന അക്തറു മാലിഹി ഹറാമൻ. സമ്പത്ത് ഹറാമാണെങ്കിൽ വലീമത്തിലേക്ക് ഉത്തരം നൽകുക എന്നത് കറാഹത്താണ്. ചോദ്യം 4, അന്നിക്കാഹു ലി മുഹ്താജിൻ ലിൽ വത്ഇ ഖാദിരിൻ അലാ മുഅ്നത്തിൻ. ചെലവ് കൊടുക്കാൻ കഴിവുള്ള വത്ത് ചെയ്യാൻ ആവശ്യമുള്ളവന് നിക്കാഹ് ചെയ്യൽ സുന്നത്താണ്. ചോദ്യം 5, അത്തമസ്സുകു ബിമദ്ഹബിൻ മുഅയ്യനിൻ മിനൽ അർബഅത്തി. 4 മദ്ഹബിൽ നിന്ന് നിർണയിക്കപ്പെട്ട ഒരു മദ്ഹബിനെ പിടിക്കൽ വാജിബുൻ, നിർബന്ധമാണ്. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം, തർജിം, പരിഭാഷപ്പെടുത്തുക എന്നതാണ്. ചോദ്യം 1, വമാ സഹ കൗനുഹു സമനൻ സഹ കൗനുഹു സ്വദാഖൻ വ ഇൻ ഖല്ല. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? വിലയാവാൻ പറ്റുന്നത് മഹറാവാനും പറ്റും, അത് എത്ര കുറവാണെങ്കിലും. ചോദ്യം 2, വലാ യസിഹുൽ വസിയ്യത്തു ഫീ സായിദിൻ അലാ സുലുസിൻ ഇൻ റദ്ദഹു വാരിസുൻ. അനന്തരാവകാശി എതിർത്താൽ 1/3 കൂടുതലിൽ വസിയ്യത്ത് ശരിയാവുകയില്ല. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം, അജിബ്, ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1, മത്താ യകൂനു ഹുക്മുൽ വഖഫി ഹുക്മുൽ വസിയ്യ. വഖഫിൻ്റെ നിയമം വസിയ്യത്തിൻ്റെ നിയമമാകുന്നത് എപ്പോഴാണ്? ഉത്തരം, ഇദാ കാനൽ വഖഫു മുഅല്ലഖൻ ബിൽ മൗത്തി. വഖഫ് മരണവുമായി ബന്ധപ്പെടുത്തിയതാണെങ്കിൽ. ചോദ്യം 2, അർക്കാനുൽ ഇഖ്റാരി മാഹിയ. ഇഖ്റാറിൻ്റെ റുക്കുനുകൾ ഏതെല്ലാം? ഉത്തരം, മുഖിറുൻ
മുഖറു ലഹു, മുഖറും ബിഹി, സീഗത്തുൻ. ചോദ്യം 3. ബിമ യജിബുൽ മുത്തഅത്തു വ അലാമൻ തജിബു. മുത്തഅത്ത് നിർബന്ധമാകുന്നത് എന്തുകൊണ്ടാണ്, ആരുടെ മേലിലാണ് നിർബന്ധമാകുന്നത്? ഉത്തരം തജിബുൽ മുത്തഅത്തു അല സൗജ്. മുത്തഅത്ത് ഭർത്താവിൻ്റെ മേലിലാണ് നിർബന്ധമാകുന്നത്. ബി ഫിറാഖിൻ മൗതൂഅത്തിൻ ബിഗൈരി സബബിഹ വ ബിഗൈരി മൗതി അഹദിഹിമ. ഭാര്യയുടേതല്ലാത്ത മൗത് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ വേർപിരിക്കൽ കൊണ്ടും രണ്ടാളിൽ ഒരാൾ മരണപ്പെടൽ കൊണ്ടും. ചോദ്യം 4. യസിഹു നിക്കാഹു ബിസ്ഖാത്തിൽ കഫാഅത്തി ബിമ. കുഫുവ ഒഴിവാക്കലോടുകൂടി നിക്കാഹ് സ്വഹീഹാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം അന്നൽ കഫാഅത്ത ഹഖ്ഖുൽ ലിൽ മർഅത്തി വൽ വലി ഫലഹുമ ഇസ്ഖാത്തുഹുമ. ചേർച്ച അഥവാ യോജിക്കുക എന്നുള്ളത് സ്ത്രീക്കും വലിയനും ബാധ്യതയുള്ളതാണ്. അവർ രണ്ടുപേർക്കും അതിനെ ഒഴിവാക്കാവുന്നതാണ്. ചോദ്യം 5. ലിമൻ യൽസമു അത്തമസ്സുക്കു ബി മദ്ഹബിൻ. ഒരു മദ്ഹബിനെ പിടിക്കൽ നിർബന്ധമാകുന്നത് ആർക്കാണ്? ഉത്തരം ലിൽ മുകല്ലഫി ഗൈരിൽ മുജ്തഹിദിൽ മുത്ലഖി. മുത്ലഖ് മുജ്തഹിദ് അല്ലാത്ത മുകല്ലഫിനാണ് ഒരു മദ്ഹബിനെ പിടിക്കൽ നിർബന്ധമാകുന്നത്. ചോദ്യം 6. മാതാ യജിബു അലൽ വക്കീലി ഇല്ലം യുഅയ്യിനിൽ വലിയു അസ്സൗജ. ഭർത്താവിനെ വലിയ നിർണയിച്ചിട്ടില്ലെങ്കിൽ വക്കീലിൻ്റെ മേലിൽ എന്താണ് നിർബന്ധമാകുന്നത്? ഉത്തരം റിആയത്തു ഹല്ദിഹ വഹ്തിയാജു ഫി അംരിഹ വഹ്തിയാത്തുൻ ഫി അംരിഹ. അവരുടെ ഹല്ലിനെ സൂക്ഷിക്കലും അവരുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കലുമാണ് നിർബന്ധമാകുന്നത്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ബയ്യിൻ വ്യക്തമാക്കാം എന്നതാണ്. കൈഫിയത്തു സിഹത്തിൽ വസിയത്തി ലിമുഅയ്യനിൻ ഗൈരി മൗജൂദിൻ. ഉള്ളതല്ലാത്തതിനെ നിർണയിക്കുന്നതിന് വസിയത്ത് സഹീഹാകുന്നത് എങ്ങനെയാണ്? ഉത്തരം ഇദാ ജഅലൽ മഅദൂമ തബഅൻ ലിൽ മൗജൂദ്. ഇല്ലാത്തതിനെ ഉള്ളതിനോട് തുടർത്തിയാലാണ്. ചോദ്യം 2. അൽ മുത്തഅത്തു വദലീലുഹ. മുത്തഅത്ത് എന്നാൽ എന്ത്, അതിൻ്റെ തെളിവ് എന്ത് വ്യക്തമാക്കാം. ഉത്തരം അൽ മുത്തഅത്തു ഹിയ മാലുൻ യദ്ഫഉഹു അസ്സൗജു ലിമൻ ഫാറഖഹ ബിശുറൂത്തിൻ വദലീലുഹ ഖൗലുഹു തആല വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ്. മുത്തഅത്ത് എന്നാൽ ചില നിബന്ധനകളോടുകൂടി വേർപിരിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സമ്പത്തിനെയാണ് മുത്തഅത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ തെളിവ് വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ് വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ് എന്നതാണ് തെളിവ്. ചോദ്യം 3. അർറലാഉൽ മുഹരിം. നിഷിദ്ധമാകുന്ന റലാഉ അഥവാ മുലകുടി ബന്ധം എന്നാൽ എന്താണ്? ഉത്തരം വുസൂലു ലബനിൻ ആദമിയത്തിൻ ബലഗത്ത് സിന്ന ഹൈലിൻ ജൗഫ റളീഇൻ ലം യബ്ലുഗ് ഹൗലൈനി യഖീനൻ 5 മറാത്തിൻ. ഹൈലിൻ്റെ പ്രായമെത്തിയ ഒരു സ്ത്രീക്ക് അകത്തേക്ക് 2 വർഷം പൂർണ്ണമായും തികയാത്ത ഒരു കുട്ടിക്ക് 5 പ്രാവശ്യം മുല കൊടുക്കലോടുകൂടി റലാഉ അഥവാ റലാഉ മുലകുടി ബന്ധം അവിടെ സ്ഥിരമാകുന്നതാണ്. ചോദ്യം 4. ഷുറൂത്തു ഇബാഹത്തി നദിരി വൽമസ്സി ലിൽ ഇലാജി ഖദറുൽ ഹാജത്തി. ആവശ്യത്തിനനുസരിച്ച് ചികിത്സക്ക് വേണ്ടി തൊടലും നോക്കലും അനുവദനീയമാകുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം?
ഉത്തരം ഫഖ്ദു ജായിസിൻ നദിരി സാലിഹിൻ ലഹു വഅദമു ഖൽവത്തിൻ മുഹറമത്തിൻ. നോക്കൽ അനുവദനീയമായ ആൾ ഇല്ലാതിരിക്കുക, അതിന് പറ്റുന്ന ഒരാളില്ലാതിരിക്കുക, ഒറ്റക്ക് ആവാതിരിക്കുക, ഇവകളൊക്കെയാണ് നിബന്ധനകൾ. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ശരിയായ ഭാഗം നമുക്ക് നോക്കാം. ഹറുമ ഖബൂലുൽ വദിയത്തി അലാമൻ യജൂസു അൻ ഹിഫ്ളിഹ. ചോദ്യം 2 യജൂസു നളുറു വജ്ഹിൽ മർഅത്തി ഇൻദൽ മുആമലത്തി വശഹാദത്തി. ചോദ്യം 3 അൽ ഹിക്മത്തു ഫിൽ മുതഅത്തി ജബ്റുൽ ഇഹാഷിൽ ഹാസിലി ബിൽ ഫിറാഖ്. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം ഉക്തുബിൽ മഅന അർത്ഥം എഴുതാം എന്നതാണ്. ഇലാജുൻ ചികിത്സ, റഅസുൽ മാൽ മൂലധനം, ബുഖൂർ പുക. നന്നായി പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.